Mohan purchased a 3-month call option for 100 shares in PQR Limited at a premium of rupees 30 per share with an exercise price of 550. എന്നുവെച്ചാൽ മോഹൻ എന്ന് പറയുന്ന വ്യക്തി 100 ഷെയർസിൻ്റെ കോൾ ഓപ്ഷൻ എടുത്തടേ, 3 മാസമാണ് പീരീഡ്. ഓക്കെ, ഇത് 30 രൂപ പ്രീമിയത്തിനാണ് എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എടുത്തിരിക്കുന്നത് എക്സസൈസ് പ്രൈസ് 550. ഓക്കെ, സെറ്റ്. ഹി ഓൾസോ പർച്ചേസ് എ 3-month പുട്ട് ഓപ്ഷൻ. പുട്ട് ഓപ്ഷനും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 100 ഷെയർസിൻ്റെ തന്നെയാണ്. അതിന് പ്രീമിയം 10 രൂപ. ഓക്കെ, എക്സസൈസ് പ്രൈസ് 500 രൂപ. ഓക്കെ, കാൽക്കുലേറ്റ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ദാറ്റ് മോഹൻ വുഡ് മേക്ക് അസ്യൂമിങ് ദാറ്റ് ദ മാർക്കറ്റ് പ്രൈസ് ഫോൾസ് ടു 400. മാർക്കറ്റ് പ്രൈസ് 400 രൂപയായിട്ട് കുറഞ്ഞു അല്ലേ. അപ്പോൾ എടാ 400 രൂപയായിട്ട് കുറയുമ്പോൾ, പ്രൈസ് കുറയുമ്പോൾ നമ്മൾ നോർമലി എടുക്കുന്നത് എന്തായിരിക്കും? പുട്ട് ഓപ്ഷൻ ആയിരിക്കും നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് അല്ലേ. കാര്യം 400 രൂപ, മാർക്കറ്റിൽ 400 രൂപ ഷെയറിൻ്റെ പ്രൈസ് ഉള്ള സമയത്ത് നമുക്ക് 500 രൂപയ്ക്ക് അത് സെല് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അവിടെ നമ്മളത് സെല് ചെയ്യാനുള്ള, പുട്ട് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമുക്കത് സെല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളിവിടെ പുട്ട് ഓപ്ഷൻ ആയിരിക്കും നമ്മളിവിടെ എക്സസൈസ് ചെയ്യുന്നത് അല്ലേ. ഷെയറിൻ്റെ വാല്യൂ കുറയുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ 550 രൂപയ്ക്ക് മേടിക്കാനായിട്ട് നിൽക്കത്തില്ലല്ലോ അല്ലേ. കോൾ ഓപ്ഷൻ നമ്മളവിടെ എക്സസൈസ് ചെയ്യത്തില്ല. അപ്പോൾ ഈ കേസിൽ ഷെയറിൻ്റെ വില കുറഞ്ഞത് കൊണ്ട് മാർക്കറ്റിലേക്ക് നമ്മൾ 500 രൂപയ്ക്ക് ഷെയർ വിൽക്കാം എന്നുള്ള രീതിയിലുള്ള ഓപ്ഷൻ ആയിരിക്കും ഇവിടെ സെലക്ട് ചെയ്യുന്നത് അല്ലേ. ഇത് 2 ഓപ്ഷനാണല്ലോ. വില കുറയുവാണെങ്കിൽ നമുക്ക് വിൽക്കാം, കൂടുതൽ വിലയ്ക്ക് വിൽക്കാം, ഇവിടെ 500 രൂപയ്ക്ക് വിൽക്കാം. വില കൂടുകയാണെങ്കിൽ നമുക്ക് 550 രൂപയ്ക്ക് മേടിക്കാം. അതാണ് കോൾ ഓപ്ഷൻ അല്ലേ. അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഗെയിൻ എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആണല്ലോ. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനിലെടാ. നോക്കിയേ, 100 ഷെയർ അല്ലേ, 100 ഷെയർ ആണ്. ശരി, അപ്പോൾ ഇവിടെ ഒരു ഷെയറിന് എത്ര ലാഭം ഉണ്ടാവാൻ പോണേ? ഇവിടെ ഇപ്പോൾ പുട്ട് ഓപ്ഷൻ ആണല്ലോ എക്സസൈസ് ചെയ്യാൻ പോണേ അല്ലേ. അപ്പോൾ ഒരു ഷെയറിന് എത്ര ലാഭം ഉണ്ടാകാൻ പോണേ? ഇപ്പം ഷെയറിൻ്റെ വില 400 രൂപയായിട്ട് കുറഞ്ഞു. എനിക്കിവിടെ പുട്ട് ഓപ്ഷൻ, മോഹൻ ഇവിടെ പുട്ട് ഓപ്ഷൻ ഉണ്ട്. 500 രൂപയ്ക്ക് അത് സെല് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ 500 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഒരു ഷെയറിന് 100 രൂപ ലാഭം ആണല്ലോ. എത്ര ഷെയറാണ് ഇവിടെ ഉള്ളത്? 100 ഷെയർസ്. അപ്പോൾ ലാഭം എത്രയുടെ? ഈ മൊത്തം 10,000 രൂപയുടെ ലാഭമുണ്ട്. ശരിയല്ലേ അല്ലേ. ഒരു ഷെയറിന് 100 രൂപ, മൊത്തം 10 ഷെയറുണ്ട്. അപ്പോൾ 10,000 രൂപയുടെ ലാഭമുണ്ട്. ഓക്കെ ആണല്ലോ. പിന്നെ ഇവിടെ പ്രീമിയം നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. പ്രീമിയം എത്രയുടെ കൊടുത്തേക്കണേ? കോൾ ഓപ്ഷന് 30 രൂപ, പുട്ട് ഓപ്ഷന് 10 രൂപ. അപ്പോൾ പ്രീമിയം മൊത്തത്തിൽ 40 രൂപ. ശരിയല്ലേ. 40 രൂപ ഇൻറ്റു എത്ര ഷെയർ? 100 എവിടെ? 100 ഷെയർ അല്ലേ. 40 രൂപ ഇൻറ്റു 100 ഷെയർ. അപ്പോൾ 4000 നമ്മൾ പ്രീമിയം കൊടുത്ത പൈസ എക്സ്ട്രാ നമ്മുടെ കയ്യിൽ നിന്ന് പോയതാ അല്ലേ. അപ്പോൾ മൊത്തത്തിലുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 10,000 മൈനസ് 4,000, 6,000. അത്രേ ഉള്ളൂ. സിമ്പിൾ, കഴിഞ്ഞു. ഓക്കെ, എത്ര മാർക്കിന്? 5 മാർക്കിനായി. സിമ്പിൾ അല്ലേ. അതപ്പം ഇവിടെ നമ്മൾ കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ കാര്യം എളുപ്പമാണ്. കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്ഷൻസ് ബൈ ചെയ്യുമ്പോൾ കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര രൂപയ്ക്ക് ഞാൻ മേടിക്കാം എന്നുള്ള ഓപ്ഷൻ എനിക്കുണ്ട് അല്ലേ. പുട്ട് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇത്ര രൂപയ്ക്ക് ഞാനത് വിൽക്കാം, എനിക്കത് സെല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ശരിയല്ലേ. അപ്പോൾ നമ്മൾ ഷെയറിൻ്റെ പ്രൈസ് മാർക്കറ്റിൽ കുറഞ്ഞ് നിൽക്കുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മളത് സെല് ചെയ്യണം. നമുക്കിപ്പോൾ അത് ഹയർ പ്രൈസിന് സെല് ചെയ്യാൻ പറ്റും അല്ലേ. ഷെയറിൻ്റെ പ്രൈസ് കൂടി നിൽക്കുവാണെങ്കിൽ നമുക്കത് ലോവർ പ്രൈസിന് മേടിക്കാൻ പറ്റും. ഓക്കേണോ. അപ്പോൾ ആ കോൺസെപ്റ്റ് വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കഴിഞ്ഞു. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ സമയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് നേരെ 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പോവാം. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, PBR Limited is a toy manufacturing listed company with the head office in Jaipur, Rajasthan. രാജസ്ഥാനിലുള്ള ഒരു ലിസ്റ്റഡ് കമ്പനിയാണ് PBR. PBR Limited wishes to issue further public offer. FPOയിലേക്ക് പോകാൻ പോവുക. It has changed its name in the last 1 year, immediately preceding the date of filing of documents for FPO. Being a company law consultant, advise the management for eligibility for issue of FPO and lock-in period requirements of promoters holding, which is in excess of minimum promoters contribution. Okay. മനസ്സിലായോ? പുരിഞ്ചതോ? എന്താ ചോദിച്ചേക്കണേ? ICDR റെഗുലേഷൻസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ ഒന്നാ അല്ലേ. ICDR റെഗുലേഷൻസിലെ ക്വസ്റ്റ്യൻ ആണ് ഈ വന്നിരിക്കണേ അല്ലേ. ICDR റെഗുലേഷൻസിൽ എന്താണ് ഉള്ളത്? ICDR റെഗുലേഷൻസിൽ മെയിനായിട്ട് എലിജിബിലിറ്റി കണ്ടീഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്തിനുള്ള എലിജിബിലിറ്റി കണ്ടീഷൻസാ? പബ്ലിക് കമ്പനീസിന്, നമുക്കറിയാമല്ലോ, പബ്ലിക് കമ്പനീസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പബ്ലിക് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ.
പക്ഷേ എല്ലാ പബ്ലിക് കമ്പനിക്കും പബ്ലിക് ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ ICDR റെഗുലേഷൻസിനകത്ത് പറയുന്ന എലിജിബിലിറ്റി കണ്ടീഷൻസ് ഉണ്ടടാ. ഈ എലിജിബിലിറ്റി കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന പബ്ലിക് കമ്പനിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പബ്ലിക് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിലേ നാളെ ഞാനും നിങ്ങളൊരു 5-6 പേരും കൂടെ ചേർന്നിട്ട് ഒരു പബ്ലിക് കമ്പനി അങ്ങ് തുടങ്ങും. എന്നിട്ട് മറ്റന്നാൾ പബ്ലിക് ഇഷ്യൂ ചെയ്യും, പബ്ലിക്കിൻ്റെ ഫണ്ട് റൈസ് ചെയ്യും, അല്ലേ? അങ്ങനെ ഫണ്ട് റൈസ് ചെയ്ത് നമ്മൾ മുങ്ങിയാലോ? ആരാടാ എഫക്റ്റഡ് ആവാൻ പോണേ? പബ്ലിക്കാണ് എഫക്റ്റഡ് ആവാൻ പോണേ, അല്ലേ? അപ്പോൾ പബ്ലിക് ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ നിർബന്ധമായും ഒരുവിധം കേപ്പബിൾ ആയിട്ടുള്ള, അല്ലേ, ഒരുവിധം എക്സ്പീരിയൻസ് ഉള്ള, ഒരുവിധം വലിയ കമ്പനി ആണെങ്കിൽ മാത്രമേ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേടാ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി കണ്ടീഷൻസ് ആണ് ICDR റെഗുലേഷൻസിൽ മെയിനായിട്ട് പറയണേ, അല്ലേ? അതിനകത്ത് എന്തൊക്കെ കണ്ടീഷൻസാണ് പറയണേ? പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതെല്ലാം പറയാനായിട്ടുള്ള ഇവിടെ സമയമില്ല. എന്തൊക്കെ കണ്ടീഷൻസാണ് പറയണേ? ഈ കമ്പനിക്ക് നെറ്റ് ടാഞ്ചിബിൾ അസറ്റ്സ് എത്ര വേണം? 3 കോടിയുടെ വേണം, അല്ലേ? അതേപോലെ ഈ കമ്പനിക്ക് വേറെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടടാ? നമ്മുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്ര വേണം? 1 കോടി രൂപ വേണം, അല്ലേ? പിന്നെ ഇത്ര പ്രോഫിറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര പ്രോഫിറ്റ് എത്ര വേണമെന്നാടാ പറഞ്ഞിരിക്കുന്നത്? കഴിഞ്ഞ ഇത്ര വർഷം ഇത്ര പ്രോഫിറ്റ് വേണം. എത്ര പ്രോഫിറ്റ് വേണം? കഴിഞ്ഞ 5 വർഷത്തിൽ 3 വർഷം 15 കോടി രൂപയുടെ പ്രോഫിറ്റ് വേണം, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള എലിജിബിലിറ്റി കണ്ടീഷൻസ് ആണ് ICDR റെഗുലേഷൻസിനകത്ത് പറയുന്നത്. ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പറഞ്ഞു പോകാൻ സമയമില്ല. അപ്പോൾ എടാ, ഈ എലിജിബിലിറ്റി കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന പബ്ലിക് കമ്പനിക്ക് മാത്രമേ IPO ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കേണോ എടാ? ഓക്കേണോ? ഈ എലിജിബിലിറ്റി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത പബ്ലിക് കമ്പനി ഉണ്ടെങ്കിൽ അവർക്കും IPO ചെയ്യാം. എങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ? ബുക്ക് ബിൽഡിംഗ് മെത്തേഡിലൂടെ മാത്രമേ പബ്ലിക് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. കേൾക്കുന്നുണ്ടോ എടാ? എനിക്ക് നല്ല വിഷമമുണ്ട്. വേറൊന്നുമല്ല, ഈ ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് എന്താണ്, ഈ പറഞ്ഞ ഇതിൻ്റെയൊക്കെ പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഒന്നും പറയാനായിട്ട് ഇവിടെ ലൈവിൽ സമയമില്ല. നിങ്ങൾക്കത് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇൻ കേസ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്റ്റ്. ഓക്കെ, ഇതിങ്ങനെയൊന്നും പറഞ്ഞ് പോകേണ്ട സാധനമല്ല, ഒരുപാട് കാര്യങ്ങൾ അതിനുള്ളിൽ തന്നെ ഉണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകാൻ എനിക്ക് പറ്റത്തുള്ളൂ ഇവിടെ. ഓക്കെ, അപ്പോൾ എടാ, അപ്പോൾ ഈ എലിജിബിലിറ്റി കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന കമ്പനിക്ക് മാത്രമേ ഇതിപ്പോൾ ഞാൻ എലിജിബിലിറ്റി കണ്ടീഷൻസ് മുഴുവനും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഈ പറയുന്ന എലിജിബിലിറ്റി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ പബ്ലിക് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ പബ്ലിക് ഇഷ്യൂ ചെയ്യുന്നെങ്കിൽ ബുക്ക് ബിൽഡിംഗ് മെത്തേഡിലൂടെ ചെയ്യണം. ഓക്കേണോ? ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് എന്ന് വെച്ചാൽ എന്താ? ഈ കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസും ക്വാണ്ടിറ്റിയും കമ്പനിക്ക് തീരുമാനിക്കാൻ പറ്റില്ല. പബ്ലിക് തീരുമാനിക്കുന്ന പ്രൈസിന് ഇവർ ഷെയർ കൊടുക്കേണ്ടി വരും. ഓക്കേണോ? പബ്ലിക് തീരുമാനിക്കുന്ന അത്രയും ക്വാണ്ടിറ്റിയെ ഇവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോസ്പെക്ടസ് ഉണ്ട്. കേട്ടിട്ടുണ്ടോ? റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് കേട്ടിട്ടുണ്ടോ? പ്രൈസും ക്വാണ്ടിറ്റിയും എഴുതിയിട്ടില്ലാത്ത പ്രോസ്പെക്ടസ് കേട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് IPOയ്ക്ക് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി കണ്ടീഷൻസ്. ഇപ്പോൾ പക്ഷേ ക്വസ്റ്റ്യനകത്ത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ കമ്പനി FPO ചെയ്യാൻ പോവുക, ഫർദർ പബ്ലിക് ഓഫറിങ്. അതായത് ഓൾറെഡി നമ്മൾ IPO ചെയ്തിട്ടുണ്ട്, അല്ലേ? ഓൾറെഡി IPO ചെയ്തിട്ടുള്ള അതേ കൈൻഡ് ഓഫ് ഷെയർസ് കമ്പനി വീണ്ടും പബ്ലിക്കിന് കൊടുക്കാൻ പോവുക ആണല്ലോ. ഈ FPO ചെയ്യണമെങ്കിലും എലിജിബിലിറ്റി കണ്ടീഷൻ പറയുന്നുണ്ട് ICDRൽ തന്നെ. അതെന്താ എലിജിബിലിറ്റി കണ്ടീഷൻ? വേറൊന്നുമില്ല, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. എന്താ? കഴിഞ്ഞ വർഷത്തിൽ ഈ കമ്പനി പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ, ഇതാണ് മെയിൻ പോയിന്റ് കേട്ടോ, ആൻസർ ഇതാണ്. പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ടോട്ടൽ റവന്യൂവിൻ്റെ 50% കൂടുതലും കമ്പനിക്ക് കിട്ടിയത് പുതിയ പേരിൽ നിന്നും വരുന്ന ആക്ടിവിറ്റിയിലൂടെ ആയിരിക്കണം. മനസ്സിലായടാ? ഒന്നുകൂടെ പറയാം. ഈ കമ്പനി ഫർദർ പബ്ലിക് ഓഫറിങ്ങിലേക്ക് പോകുമ്പോൾ കമ്പനിക്ക് ഇത്ര പ്രോഫിറ്റ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പബ്ലിക്കിനെ കാണിക്കുമല്ലേ പ്രോസ്പെക്ടസിൽ, അല്ലേ? ഈ പ്രോഫിറ്റ് ഉണ്ടാവും, കമ്പനിക്ക് നല്ല എക്സ്പീരിയൻസും ഉണ്ടാവും. പക്ഷെ കഴിഞ്ഞ വർഷം കമ്പനി പേര് മാറ്റിയിട്ടുണ്ടെങ്കിലേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലാപ്ടോപ്പ് മാനുഫാക്ചറിങ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ മാറ്റിയിട്ട് മൊബൈൽ ഫോൺ മാനുഫാക്ചറിങ് ആക്കി. അപ്പോൾ അതിന് ഇതായിട്ട് കമ്പനി എന്തും കൂടി മാറ്റി, കമ്പനിയുടെ പേരും കൂടി മാറ്റി. ഓക്കെ, നമ്മുടെ ബാലൻസ് ഷീറ്റൊക്കെ നോക്കുമ്പോൾ കമ്പനിക്ക് ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാവും. പക്ഷേ കഴിഞ്ഞ വർഷം പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ പ്രോഫിറ്റിൻ്റെ പകുതിയോളം ആ കമ്പനി ഉണ്ടാക്കിയത് പുതിയ പേരിൽ കാണിക്കുന്ന ആക്ടിവിറ്റിയിലൂടെ ആയിരിക്കണം. എന്തിനാണ് അങ്ങനെ പറയണേ? എടാ, നമ്മുടെ കമ്പനിക്ക് ലാപ്ടോപ്പ് മാനുഫാക്ചറിങ് പഴയ ബിസിനസ്സിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ പുതിയ ബിസിനസ്സിൽ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളത് പ്രൂവ് ചെയ്യണ്ടേ, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, കഴിഞ്ഞ വർഷം പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ പുതിയ പേരിൽ കാണിക്കുന്ന ആക്ടിവിറ്റി എന്താണോ ആ ആക്ടിവിറ്റിയിലൂടെ 50% കൂടുതൽ റവന്യൂ ഉണ്ടാക്കിയ കമ്പനി ആയിരിക്കണം. ഓക്കേണോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഫോർ എക്സാമ്പിൾ നോക്കിയടാ, ഇപ്പം എൻ്റെ കമ്പനിയുടെ പേര്
പ്രേം ലാപ്ടോപ്സ് എന്നായിരുന്നു. ഓക്കേണോ? കമ്പനിക്ക് ഹ്യൂജ് പ്രോഫിറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കേണല്ലോ? 2024 വർഷം എന്ന് വെച്ചോ. ഈ 2024 കമ്പനി പേര് മാറ്റിയിട്ട് പ്രേം മൊബൈൽ ഫോൺസ് എന്നാക്കി. ഓക്കേണല്ലോ? 2024 കമ്പനിയുടെ പ്രോഫിറ്റ് 10 കോടി രൂപ. 10 കോടി വേണ്ട, ഒരു 50 കോടി രൂപ. ഓക്കെ അല്ലേ? അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ നല്ല പ്രോഫിറ്റബിളാണ് കമ്പനി അല്ലേ? പക്ഷേ ഈ 50 കോടിയിൽ 45 കോടിയും ഈ കമ്പനി റേസ് ചെയ്തത് ലാപ്ടോപ്പ് മാനുഫാക്ചറിങ്ങിലാണെങ്കിലോ, മൊബൈൽ മാനുഫാക്ചറിങ്ങിൽ അവർക്ക് അത്രത്തോളം എഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റത്തില്ലല്ലോ അല്ലേ? അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വർഷം പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ 50 കോടിയിൽ 25 കോടിയോ അതിൽ കൂടുതലോ എന്തിൽ നിന്ന് കിട്ടണം? മൊബൈൽ ഫോൺ മാനുഫാക്ചറിങ് ബിസിനസ്സിൽ നിന്ന് റേസ് ചെയ്തതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്പനിക്ക് ഇവിടെയും കൈയുണ്ട് എന്നുള്ള കാര്യം പബ്ലിക്കിന് വിശ്വാസ്യത ഉണ്ടാവും. ശരിയല്ലേ? അതാണ് കണ്ടീഷൻ. ഈ ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഓക്കേണോ? ഇവിടെയും ICDR എന്ത് പറയുന്നുണ്ട്? ഈ പേര് മാറ്റുമ്പോഴുള്ള കണ്ടീഷൻ പാലിച്ചില്ലെങ്കിലും കമ്പനിക്ക് വേണമെങ്കിൽ പബ്ലിക് ഇഷ്യൂ ചെയ്യാം. ഏത് മെത്തേഡ്? ബുക്ക് ബിൽഡിംഗ് മെത്തേഡിലൂടെ മാത്രം. അതായത് പ്രൈസും ക്വാണ്ടിറ്റി നിങ്ങൾ തീരുമാനിക്കേണ്ട, ജനങ്ങൾ തീരുമാനിക്കുന്ന പ്രൈസിൽ നിങ്ങൾക്ക് ഷെയർ കൊടുക്കാം. ഓക്കേണോ? അപ്പോൾ അതാണ് ഇവിടുത്തെ ആൻസർ. എന്താണ്? കഴിഞ്ഞ വർഷം പേര് മാറ്റിയിട്ടുണ്ടെങ്കിലുള്ള കണ്ടീഷൻ. അതാണ് ഇവിടുത്തെ ആൻസർ. പിന്നെ ഉറപ്പായിട്ടും എന്തുണ്ടാവും? പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ്റെ കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ എന്താണോ? എന്താ ഈ പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ? ഇവിടെ നമ്മുടെ കമ്പനി IPO ചെയ്യുന്നു അല്ലെങ്കിൽ FPO ചെയ്യുന്നു. ഈ IPO FPO എന്ന് പറയുമ്പോൾ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്ന പരിപാടിയല്ലടാ അല്ലേ? അപ്പോൾ ഇത് രണ്ടും ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പനിക്ക് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്യാനുണ്ടായിരിക്കും അല്ലേ? കമ്പനിക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയിട്ടാ, കമ്പനി ഇപ്പോൾ ഒരു 100 കോടി രൂപയുടെ പ്രോജക്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് വെച്ചോ. 100 കോടി രൂപയുടെ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ കമ്പനി പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് FPO ചെയ്യാൻ പോവുക. ഫർദർ പബ്ലിക് ഓഫറിങ്ങിലൂടെ 100 കോടി രൂപ റേസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുക. കമ്പനി ഒരു കാരണവശാലും ഈ 100 കോടി രൂപയും പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് റേസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഈ 100 കോടി രൂപ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതിൽ ഇത്ര ശതമാനം കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യണം. ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് റേസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ആ പ്രൊമോട്ടർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഭാഗത്തിനെയാണ് നമ്മൾ പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എൻ്റെ കമ്പനി ഇപ്പോൾ 10 കോടി ഷെയർ ഇഷ്യൂ ആണെന്ന് വെച്ചോ. ഈ 10 കോടിയിൽ ഇത്ര ശതമാനം പ്രൊമോട്ടേഴ്സ് മേടിക്കണം, ബാക്കി മാത്രമേ പബ്ലിക്കിൻ്റെ നിന്ന് റേസ് ചെയ്യാൻ പാടുള്ളൂ. പുരിഞ്ചതാ? അതെന്തിനാടാ? എടാ എന്നാലേ ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിന് ഇതിനകത്തൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവത്തുള്ളൂ. കൈ നനഞ്ഞാലല്ലേ അയാൾക്ക് വേദനിക്കത്തുള്ളൂ. ശരിയല്ലേ? കൈ നനഞ്ഞാൽ എങ്ങനെ വേദനിക്കും? അറിഞ്ഞൂടാ. മനസ്സിലായടാ? അപ്പോൾ പ്രൊമോട്ടേഴ്സ് ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പബ്ലിക്കിൻ്റെ നിന്ന് ബാക്കി ഫണ്ട് റേസ് ചെയ്യുമ്പോൾ റിസ്ക് കുറവാണ്. പ്രൊമോട്ടേഴ്സ് ആ പറയുന്ന പ്രോജക്റ്റ് അല്ലെങ്കിൽ ആ പറയുന്ന ബിസിനസ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഇൻവോൾവ് ആയിരിക്കും. ശരിയല്ലേ? ആം ഐ റൈറ്റ്? യെസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ വേണം എന്ന് പറയുന്നുണ്ട്. അത് എത്ര പെർസെൻറ്റേജ് ആണെന്നൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, പഠിച്ചോണം. ഓക്കെ. പിന്നെ ഇങ്ങനെ പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ വേണമെന്ന് മാത്രം പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്. എന്ത് ചെയ്യുന്നറിയോ? ചില പ്രൊമോട്ടേഴ്സ് എന്ത് ചെയ്യുന്നറിയോ? പബ്ലിക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് IPO ആയിക്കോട്ടെ FPO ആയിക്കോട്ടെ, ഇത് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ കുറേ ഷെയർ ഇങ്ങോട്ട് മേടിക്കും. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് കുറേ പൈസ അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യും. പബ്ലിക് ഇഷ്യൂ ചെയ്ത് പബ്ലിക്കിൻ്റെ നിന്ന് ഫണ്ട് റേസ് ചെയ്തതിന് ശേഷം അയാൾ ആ ഷെയർ വിറ്റിട്ട് പോയാലാ വീണ്ടും പഴയ പോലെയായി. എല്ലാ ഷെയറും പബ്ലിക്കിൻ്റെ കയ്യിൽ, പ്രൊമോട്ടേഴ്സിൻ്റെ കൈ നനഞ്ഞില്ല അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഫ്രോഡ് കാണിക്കും. അതുകൊണ്ട് ICDR റെഗുലേഷൻസ് എന്ത് പറയുന്നു? പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ പ്രൊമോട്ടർ കൊണ്ടുവന്നിട്ട് അപ്പം തന്നെ എടുത്തുകൊണ്ട് പോകാൻ പറ്റൂല. ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാവും. ഇത്ര വർഷം നിങ്ങൾ ആ പ്രൊമോട്ടർ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പ്രൊമോട്ടർ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. പ്രൊമോട്ടറിൻ്റെ ഷെയർ പ്രൊമോട്ടർ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. അതാണ് ലോക്ക് ഇൻ പീരീഡ്. പുരിഞ്ചതാ? ഇവിടെ IPOയ്ക്കും ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്, ഒരു 3 വർഷം ലോക്ക് ഇൻ പീരീഡ് പറയുന്നുണ്ട്. FPOയ്ക്കും ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. ഓക്കേണോ? FPOയുടെ കേസിൽ ലോക്ക് ഇൻ പീരീഡ് കുറവാണ്. കാര്യം ഓൾറെഡി നമ്മൾ IPO ചെയ്തപ്പോൾ കുറേ 3 വർഷത്തോളം ലോക്ക് ഇൻ ചെയ്ത് അത്രയും ഇൻവെസ്റ്റ് ചെയ്ത പ്രൊമോട്ടേഴ്സ് അല്ലടാ. അപ്പോൾ FPO വരുമ്പോൾ കുറച്ചുകൂടെ വിശ്വാസ്യത വന്നു. വിച്ച് മീൻസ് അത്രയും നാൾ ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാവത്തില്ല. കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രൊമോട്ടർ കാശ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു 6 മാസം ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാവും. ഓക്കേണോ? പിന്നെ ഈ റേസ് ചെയ്യുന്ന ഫണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ 1 വർഷം വരെ പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ ലോക്ക് ഇൻ ചെയ്ത് വയ്ക്കും. ഇത്രയുമാണ് ആൻസർ. ഓക്കെ ബോസ്, വായിക്കാമോ? ഇത് FPOയുടെ മാത്രമേ ഇവിടെ ആൻസറിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ IPOയുടേതും കൂടെ ചുമ്മാ ഒന്ന് ഓടിച്ച് പറഞ്ഞു പോയി. ഓക്കെ. Regulation 103 of ICDR regulations stipulates that an issuer shall be eligible to make a
further public offer if it has not changed its name in the last 1 year period immediately preceding the date of filing of relevant offer document. പ്രോസ്പെക്ടസ് കൊടുക്കുന്നതിന് മുന്നേ തൊട്ട് മുന്നേ ഉള്ള വർഷം, പ്രോസ്പെക്ടസ് കൊടുക്കുന്നതിന് തൊട്ട് മുന്നത്തെ വർഷം പേര് മാറ്റിയിട്ടില്ലെങ്കിൽ വേറെ ഒരു സീനും ഇല്ല. IPO ചെയ്തപ്പോൾ എലിജിബിലിറ്റി കണ്ടീഷൻസ് പാലിക്കണം. FPO വരുമ്പോൾ തൊട്ട് മുന്നത്തെ വർഷം പേര് മാറ്റിയിട്ടില്ലെങ്കിൽ ഒരു സീനും ഇല്ല. ഈസി ആയിട്ട് അവർക്ക് അങ്ങ് ചെയ്യാം, FPO ചെയ്യാം അല്ലേ. However, if an issuer എന്ന് പറയുന്ന കമ്പനിയാണ്, has changed its name in the last 1 year period immediately preceding the date of filing of relevant offer document, such an issuer shall make further public offer if at least 50% of revenue of preceding 1 full year has been earned by it from the activity indicated by its new name. പുരിഞ്ഞതാ? പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷം പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ ടോട്ടൽ റവന്യൂവിൻ്റെ 50% കൂടുതൽ അവർക്ക് കിട്ടിയത് എവിടെ നിന്നായിരിക്കണം? പുതിയ പേരിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ നിന്നായിരിക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ശരി, ഇനി ഇതെന്തുവാടോ? ഫർദർ പ്രൊവൈഡഡ് ദാറ്റ് an issuer not satisfying the conditions stipulated above shall make further public offer only if it is made through book building process. ഞാൻ പറഞ്ഞില്ലേ, ഈ കണ്ടീഷൻ പാലിച്ചില്ല, കഴിഞ്ഞ വർഷത്തെ റവന്യൂവിൻ്റെ 50% കൂടുതലും പുതിയ ആക്ടിവിറ്റി വഴി അല്ല വന്നത്, അങ്ങനെയാണെങ്കിലും കമ്പനിക്ക് പബ്ലിക് ഇഷ്യൂ ചെയ്യാം. എങ്ങനെ ചെയ്യണം? ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിലൂടെ ചെയ്യണം. ഓക്കേണോ? പിന്നെ ലോക്കിൻ പീരീഡ് എത്ര നാളാടോ? 6 മാസമാണ് ലോക്കിൻ പീരീഡ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ 1 വർഷം വരെ പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ ലോക്കിൻ ചെയ്തിരിക്കണം. ഓക്കെ ഓക്കെ ബോസ്, ഓക്കെ ശരി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, ഒരു മിനിറ്റ് എടാ, വെള്ളം കുടിച്ചോട്ടെ. സ്വെറ്റിക്വിറ്റി ഷെയർസ് ആണല്ലേ, സ്വെറ്റിക്വിറ്റി ഷെയർസ്. ഓക്കെ, പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, സനായ, നല്ല പേര്, സനായ, എ ലിസ്റ്റഡ് കമ്പനി വാണ്ട്സ് ടു ഇംപ്ലിമെൻറ്റ് സ്വെറ്റിക്വിറ്റി ഷെയർ സ്കീം ഫോർ ഇറ്റ്സ് എംപ്ലോയീസ്. ദ ലിസ്റ്റഡ് കമ്പനിയായ സനായ ലിമിറ്റഡിന് സ്വെറ്റിക്വിറ്റി ഷെയർസ് എംപ്ലോയീസിന് കൊടുക്കാൻ ആഗ്രഹം. ഓക്കെ, ദ കമ്പനി ഈസ് ഓൾസോ വില്ലിംഗ് ടു ഇഷ്യൂ ഷെയർസ് അണ്ടർ ദ സ്കീം ടു വൺ ഓഫ് ഇറ്റ്സ് ഹോൾ ടൈം ഡയറക്ടർ ജീവൻ എന്ന് പറയുന്ന ഹോൾ ടൈം ഡയറക്ടറിനും ഈ പറയുന്ന സ്വെറ്റിക്വിറ്റി ഷെയർ കൊടുക്കാൻ കമ്പനിക്ക് താല്പര്യമുണ്ട്. ഓക്കെ, ജീവൻ ഹോൾഡ്സ് 21% ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഇക്വിറ്റി ഷെയർ ഓഫ് ദ കമ്പനി. ഈ ജീവൻ എന്ന് പറയുന്ന ഹോൾ ടൈം ഡയറക്ടർ കമ്പനിയുടെ 21% ഷെയർ ഓൾറെഡി ഹോൾഡ് ചെയ്യുക. ആഹാ, വെദർ ദ കമ്പനി ക്യാൻ ഇഷ്യൂ സ്വെറ്റിക്വിറ്റി ഷെയർസ് ടു ജീവൻ. ഇത്രയും ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഹോൾ ടൈം ഡയറക്ടറിന് സ്വെറ്റിക്വിറ്റി ഷെയർ കൊടുക്കാൻ പറ്റുമോ? വാട്ട് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ടു ബി ഡിസ്ക്ലോസ് ടു ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആഫ്റ്റർ ഇഷ്യൂ ഓഫ് സ്വെറ്റിക്വിറ്റി ഷെയർസ്. സ്വെറ്റിക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കണം? സിമ്പിൾ, എളുപ്പമല്ലേടാ? പറഞ്ഞിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാം. എന്തൊക്കെയാടോ ഇവിടെ ഈ വായിച്ചത്? ഒന്ന്, സ്വെറ്റിക്വിറ്റി ഷെയർസ്. ഈ സ്വെറ്റിക്വിറ്റി ഷെയർസ് എന്ന് വെച്ചാൽ എന്താ? പറയാൻ നല്ല രസമല്ലേ സ്വെറ്റിക്വിറ്റി ഷെയർസ് എന്ന് വെച്ചാൽ എന്താടോ? അതാ നമ്മുടെ കമ്പനിയുടെ എംപ്ലോയീസിനും കമ്പനിയുടെ ഡയറക്ടേഴ്സിനും, എംപ്ലോയി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഡയറക്ടേഴ്സിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെനാ? കമ്പനിയുടെ എംപ്ലോയീസിനും ഡയറക്ടേഴ്സിനും ഷെയർ ഡിസ്കൗണ്ടിൽ കൊടുക്കുക, വില കുറച്ച് കൊടുക്കുക. എന്തിനാണ് ഇവന്മാർക്ക് ഷെയർ വില കുറച്ച് കൊടുക്കുന്നത്? ഇവർ ഡെയിലി വന്ന് കമ്പനിയിൽ വന്ന് ജോലി ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് കമ്പനിക്ക് വാല്യൂ അഡീഷൻ തന്നതിന്. ഓക്കെണോ? അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കമ്പനിയുടെ ഒരു എംപ്ലോയി ആണ് മിസ്റ്റർ ജോമൽ. ഓക്കെണോ? ഈ മിസ്റ്റർ ജോമൽ എന്ന് പറയുന്ന വ്യക്തി എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ കമ്പനിയിൽ വരും. എന്തിനാണോ എന്തോ, വന്നിങ്ങനെ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ ദിവസവും വരും, ഞായറാഴ്ചയും വരും, കമ്പനി അടപ്പാണെങ്കിലും വരും. എല്ലാ ദിവസവും വന്ന് ജോലി ചെയ്ത് കമ്പനിയെ എന്തിലോട്ട് എത്തിച്ചു? വളർച്ചയിലേക്ക് എത്തിച്ചു. ഓക്കെണോ? അങ്ങനെ വളർച്ചയിലേക്ക് എത്തിച്ചത് കൊണ്ട് ഈ ജോമലിന് കമ്പനി ഒരു പാരിതോഷികമായിട്ട് കമ്പനിയുടെ ഷെയർസ് റേറ്റ് കുറച്ച് കൊടുക്കുന്നു. സ്വെറ്റിക്വിറ്റി, വിയർപ്പ് ഓഹരി. ഓക്കെണോ? അതേപോലെ കമ്പനിയുടെ ഈ ഡയറക്ടേഴ്സിനും നമ്മൾ സ്വെറ്റിക്വിറ്റി ഷെയർസ് കൊടുക്കും. ഇവർ നമ്മുടെ കമ്പനിക്ക് എന്തെങ്കിലും ടെക്നിക്കൽ നോ ഹൗ പ്രൊവൈഡ് ചെയ്തതിന്, കമ്പനിയുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള പുതിയ ഡിസൈൻ അല്ലെങ്കിൽ പുതിയ മാനുഫാക്ചറിങ് മെത്തേഡ് കണ്ടുപിടിച്ചതിന്, അത് യൂസ് ചെയ്യാനുള്ള അധികാരം കമ്പനിക്ക് തന്നതിന്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്
ചെയ്യുന്നതിന് കമ്പനി ഡിസ്കൗണ്ടിൽ ഷെയർ കൊടുക്കും. ഇതൊക്കെയാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. ഓക്കേനാ? ഈ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് കൊടുക്കുമ്പോൾ ഇവിടെ എംപ്ലോയീസ് ആരൊക്കെയാണെന്നുള്ള കാര്യം പഠിച്ചിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഓക്കേനാ? ആരൊക്കെയാണ് എംപ്ലോയീസ്? എംപ്ലോയി എന്ന് പറയുമ്പോൾ ഹോൾ ടൈം എംപ്ലോയി. ഓക്കേനാ? അത് ഇന്ത്യക്കുള്ളിലുള്ള എംപ്ലോയീസ് ആയാലും ശരി, ഇന്ത്യക്ക് പുറത്തുള്ള എംപ്ലോയീസ് ആയാലും ശരി. ഓക്കേനാ? പിന്നെ കമ്പനിയുടെ ഡയറക്ടേഴ്സ്. ഈ ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പം ഹോൾ ടൈം ഡയറക്ടേഴ്സ് ആയാലും ശരി, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആയാലും ശരി. ഹോൾ ടൈം ഡയറക്ടർ എന്ന് വെച്ചാൽ ആരാ? രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ കമ്പനിയിൽ വന്ന് ജോലി ചെയ്തിട്ട് പോകുന്ന ഡയറക്ടർ. ഓക്കേണോ? പിന്നെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് വെച്ചാൽ ആരാ? അവരെല്ലാ ദിവസവും വരത്തില്ല. പിന്നെ ബോർഡ് മീറ്റിങ്ങിന് മാത്രം വരും. ബോർഡ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും, സിറ്റിംഗ് ഫീ മേടിക്കും, പോകും. അങ്ങനെയുള്ള ഡയറക്ടേഴ്സും ഉണ്ട്. അവരെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എന്ന് പറയും. ഓക്കെ. ഇവിടെ ഹോൾ ടൈം ഡയറക്ടർ ആയാലും ശരി, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയാലും ശരി, ഇവരെ എല്ലാം എംപ്ലോയിയുടെ ഡെഫിനേഷനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ ബോസ്? ഓക്കെ ബോസ്? അപ്പോൾ ഇവിടെ എന്താടാ സീനൊന്നുമില്ല. ഇവിടെ എന്തുവാ, സ്വെറ്റ് ഷെയർസ് കൊടുക്കാനായിട്ട് പ്ലാൻ ഉണ്ട്. ഓക്കെ. ഈ ഹോൾ ടൈം ഡയറക്ടറായ ജീവനും സ്വെറ്റ് ഷെയർ കൊടുക്കണം. കൊടുത്തോ? 21% ഷെയർ ഹോൾഡ് ചെയ്യുന്നു. ഷെയർ ഹോൾഡ് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഈ എംപ്ലോയി കമ്പനിയുടെ ഷെയർ ഓൾറെഡി മേടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു പ്രശ്നവും ഇല്ല ഇവിടെ. ഓക്കെണോ? അവൻ ചിലപ്പോൾ കുറേ ഷെയർ മേടിച്ച് വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ ഡയറക്ടർ ആയിക്കോട്ടെ, ഡയറക്ടർ കുറേ ഷെയർ മേടിച്ച് വെച്ചിട്ടുണ്ടാവും. അതൊന്നും ഇവിടെ ഫാക്ടറി അല്ല. ഓക്കെണോ? കുറേ ഷെയർ ഉണ്ടെങ്കിൽ നമുക്ക് സ്വെറ്റ് ഷെയർ കൊടുക്കാൻ പറ്റും. ഓക്കെ 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 അപ്പോൾ ജീവന് കൊടുക്കാമെന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരം. പിന്നെ സ്വെറ്റ് ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ എന്തൊക്കെ കാര്യങ്ങൾ അറിയിക്കണം? എന്തൊക്കെ അറിയിക്കണോടാ? ഒന്നുമില്ല. ആർക്കൊക്കെയാണ് കൊടുത്തത്, എത്ര രൂപയ്ക്കാണ് കൊടുത്തത്, എന്നാണ് കൊടുത്തത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം, ഈ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൂടി സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് അയച്ചു കൊടുക്കണം. വെരി സിമ്പിൾ. കഴിഞ്ഞു. വായിച്ചു നോക്കാം. ആസ് പെർ റെഗുലേഷൻ 29 ഓഫ് SEBI share-based employee benefits and sweat equity regulations, the term employee ആരാണെന്നുള്ള ഡെഫിനേഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എംപ്ലോയി ആരാടോ? എംപ്ലോയി വെദർ വർക്കിംഗ് ഇൻ ഇന്ത്യ ഓർ എബ്രോഡ്. എ ഡയറക്ടർ വെദർ ഹോൾ ടൈം ഓർ നോട്ട്. പുരിഞ്ചതാ? ഇതേ സംഭവം നമ്മുടെ കമ്പനീസ് ആക്ടിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാ. ഓക്കെ, ശരി. ഒരു കമ്പനി ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ സെബിയുടെ റെഗുലേഷൻസും കൂടെ പാലിച്ചുകൊണ്ട് മാത്രമേ സ്വെറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. അല്ലേ? ലിസ്റ്റഡ് കമ്പനി അല്ലെങ്കിലോ കമ്പനീസ് ആക്ടിനകത്തുള്ള സെക്ഷൻ 54 മാത്രം പാലിച്ചാൽ മതി. അത് മാത്രം കംപ്ലൈ ചെയ്താൽ മതി. ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 54 പുറമെ സെബിയുടെ ഈ പറഞ്ഞ റെഗുലേഷനും കൂടെ കംപ്ലൈ ചെയ്താലേ പറ്റത്തുള്ളൂ. അതാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? പിന്നെന്താ പറഞ്ഞേക്കണേ? ഇൻ ദ ലൈറ്റ് ഓഫ് ദ എബോവ് മെൻഷൻ പ്രൊവിഷൻ സ്വെറ്റ് ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് ടു എനി ഡയറക്ടർ. കണ്ട, ഇവിടെ ഡയറക്ടർ ഇത്ര ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആളാണെങ്കിൽ കൊടുക്കാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ലേ? ഏത് ഡയറക്ടറിന് വേണമെങ്കിലും കൊടുക്കാന്നല്ലേ പറഞ്ഞേക്കണേ. ഹോൾ ടൈം ആയിക്കോട്ടെ, പാർട്ട് ടൈം ആയിക്കോട്ടെ. ജീവൻ ആരാ? ഹോൾ ടൈം ഡയറക്ടറാ. അല്ലേ? അവന് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെയാണ്. 21% ഷെയർ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു കണ്ടീഷനും ഇവിടെ പറഞ്ഞിട്ടില്ല. ഷെയർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു ഫാക്ടറേ അല്ല. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ജീവന് കൊടുക്കാം. അത്രേ ഉള്ളൂ ഉത്തരം. പിന്നെ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കണം? എത്ര സ്വെറ്റ് ഷെയർ ആണ് കൊടുത്തത്, എത്ര രൂപയ്ക്കാണ് കൊടുത്തത്, ഡിസ്കൗണ്ടിലല്ലേടാ കൊടുക്കുന്നത്, അപ്പോൾ എത്ര രൂപയ്ക്കാണ് കൊടുത്തത്, ടോട്ടൽ എത്ര ഇക്വിറ്റി ഷെയർസ് കൊടുത്തു, പിന്നെ അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ ഓക്യുപ്പേഷൻ, അഡ്രസ്സ് കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യണം. ആരുടെ? ഈ എംപ്ലോയീസിൻ്റെ. പിന്നെ ഈ സ്വെറ്റ് ഷെയർ കൊടുത്തു കഴിയുമ്പോൾ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിലും ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലും എന്തൊക്കെ വ്യത്യാസമാണ് വന്നത്? പുതിയ ഷെയർ ഹോൾഡേഴ്സ് അല്ലേടാ ഇവർ. അപ്പോൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. എന്ത് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോടാ. ശരി, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. നീരജ്, an experienced technocrat, worked as an executive director of an unlisted company. അൺലിസ്റ്റഡ് കമ്പനിയിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു നീരജ്. ഓക്കെ. വൺ ഓഫ് ദ ലീഡിംഗ് ലിസ്റ്റഡ് കമ്പനീസ് ഓഫേർഡ് ഹിം CEO പോസ്റ്റ്. ഒരു ലീഡിംഗ് ആയിട്ടുള്ള ലിസ്റ്റഡ് കമ്പനി, ടോപ്പ് 10 വരുന്ന, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ബേസിസിൽ ടോപ്പ് 10 വരുന്ന ലിസ്റ്റഡ് കമ്പനി ഈ നീരജിന് ഒരു ഓഫർ കൊടുത്തു. എന്ത് ഓഫറാ? അവനെ CEO ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്നുള്ള ഓഫർ കൊടുത്തു. അറ്റ് എ ഹയർ പേ സ്കെയിൽ, ഹ്യൂജ് എമൗണ്ട് പൈസയും കൊടുക്കാമെന്ന് പറഞ്ഞിടേ. നീരജ് നോസ് ദാറ്റ് ദർ ഈസ് ന്യൂമറസ് സെബി കംപ്ലയൻസ് ആപ്ലിക്കബിൾ ഫോർ ലിസ്റ്റഡ് കമ്പനി. എടാ, ഈ നീരജ് ഇതുവരെ അൺലിസ്റ്റഡ് കമ്പനിയിലല്ലായിരുന്നോ? അല്ലേ? ഇപ്പോൾ ലിസ്റ്റഡ് കമ്പനിയിൽ നിന്നൊരു വലിയ ഓഫർ വന്നിരിക്കുക. അല്ലേ? നീരജിനെ അറിയാം ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുമ്പോൾ പഴയ പോലെ അല്ല. അല്ലേ? കുറേ കംപ്ലയൻസസ്, സെബിയുടെ കുറേ കംപ്ലയൻസസ് ഒക്കെ ഉണ്ടെന്ന് നീരജിനെ അറിയാം.
ഓക്കെ, ബീങ് എ കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ് അഡ്വൈസ് നീരജ് അബൌട്ട് സെബി റെഗുലേഷൻസ്. ഇപ്പം അൺലിസ്റ്റഡ് കമ്പനിയിൽ നിന്നും ലിസ്റ്റഡ് കമ്പനിയിലേക്ക് വരുമല്ലേ, അപ്പോൾ അവൻ അഡ്വൈസ് കൊടുക്കാൻ, കമ്പനി സെക്രട്ടറി എന്ന നിലയിൽ അവൻ അഡ്വൈസ് കൊടുക്കാൻ ലിസ്റ്റഡ് കമ്പനിയിലേക്ക് വരുമ്പോൾ അവിടെ എന്തൊക്കെ കംപ്ലയൻസസ് ആണ് എക്സ്ട്രാ ചെയ്യാനുള്ളത് എന്നുള്ള കാര്യം അഡ്വൈസ് കൊടുക്കാനാ. ഓക്കെണോ? ഈ അഡ്വൈസ് എങ്ങനെയാണ്? ഇഷ്ടം പോലെ അഡ്വൈസ് കൊടുത്തൂടെ? ഇഷ്ടം പോലെ വ്യത്യാസങ്ങളില്ലേ? സെബിയുടെ റെഗുലേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, എക്സ്ട്രാ പ്രൊവിഷൻസ് ഇല്ലേ, അതെല്ലാം കംപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ വെറുതെ ബ്ലൈൻഡ് ആയിട്ട് എല്ലാം അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യനകത്ത് വിമൻ ഡയറക്ടറിനെ കുറിച്ചുള്ള അഡ്വൈസ് കൊടുക്കുക, മീറ്റിംഗ് ആൻഡ് ക്വാറം ഓഫ് ബോർഡ് മീറ്റിംഗ്, ബോർഡ് മീറ്റിംഗ്സിനെ കുറിച്ചുള്ള എന്തൊക്കെയാണോ വ്യത്യാസങ്ങൾ, ലിസ്റ്റഡ് കമ്പനിയായി മാറുമ്പോൾ ബോർഡ് മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ക്വാറത്തിൽ എന്താണ് വ്യത്യാസം എന്നുള്ള കാര്യം അഡ്വൈസ് കൊടുക്കുക. അതേപോലെ ഓഡിറ്റ് കമ്മിറ്റിയിലെ കോമ്പോസിഷനിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ള അഡ്വൈസ് കൊടുക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെണോ? ഇതിപ്പോൾ നമ്മൾക്ക് വെറുതെ ഒരു ബ്ലാങ്ക് ആയിട്ട് അൺലിസ്റ്റഡ് കമ്പനിയിൽ നിന്ന് ഇപ്പോൾ ലിസ്റ്റഡ് കമ്പനിയിലേക്ക് മാറുന്നു, എന്തൊക്കെ കംപ്ലയൻസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സബ്ജക്റ്റ് മുഴുവൻ എഴുതേണ്ടി വരും. ശരിയല്ലേ? അതുകൊണ്ട് 3 പോയിന്റ്സ് മാത്രം എടുത്ത് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാ? വിമൻ ഡയറക്ടറിന്റെ പ്രൊവിഷൻസിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്, ബോർഡ് മീറ്റിംഗിന്റെ ക്വാറത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്, ഓഡിറ്റ് കമ്മിറ്റിയുടെ കോമ്പോസിഷനിൽ എന്തൊക്കെ വ്യത്യാസമുണ്ട്, അൺലിസ്റ്റഡ് കമ്പനിയും ലിസ്റ്റഡ് കമ്പനിയും തമ്മിൽ. ഓക്കെ, ആൻസർ എഴുതാം. സോറി, ആൻസർ പഠിക്കാം. ഒന്നുമില്ലടാ, ചെറിയ പോയിന്റ്സ് ആണ് ഇത്. ഞാൻ വായിച്ചിട്ട് അതങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നു. ഓക്കെ, ആദ്യമേ വിമൻ ഡയറക്ടറിന്റെ റിക്വയർമെന്റിനെ കുറിച്ച് എന്താണെന്നുള്ളത് പറഞ്ഞിരിക്കുക. വായിക്കട്ടെ. The board of directors shall have an optimum combination of executive and non-executive directors with at least one women director. പുരിഞ്ഞതാ? ലിസ്റ്റഡ് കമ്പനിയിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിർബന്ധമായും ഒരു ഡയറക്ടർ സ്ത്രീ ആയിരിക്കണം, വിമൻ ഡയറക്ടർ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെയാണോ? ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ? അതിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ലിസ്റ്റഡ് കമ്പനി ആകുമ്പോൾ അതിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും ഉണ്ടാവും, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും ഉണ്ടാവും. എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫുൾ ടൈം ഒരു എംപ്ലോയി പോലെ കമ്പനിയിലിരിക്കുന്ന ഡയറക്ടർ. നോൺ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ബോർഡ് മീറ്റിംഗ് മാത്രം വന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോകുന്ന ഡയറക്ടേഴ്സാണ് നോൺ എക്സിക്യൂട്ടീവ്. ഓക്കെ, അപ്പോൾ ഈ കോമ്പിനേഷൻ കറക്റ്റ് ആവണമെന്ന് മാത്രമല്ല, ഇതിനകത്ത് ഒരാളെങ്കിലും ഒരു വിമൻ ഉണ്ടാവണം ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ. ഓക്കെ, പിന്നെ the board of directors of top 500 listed entities shall have at least one independent women director by April 1, 2019, and the board of directors of the top 1000 listed entities shall have at least one independent women director by April 1st, 2020. ഇതിൽ രണ്ടാമത്തെ മാത്രം എഴുതിയാൽ മതിയടാ. ശരിക്കും എന്താ പറഞ്ഞേക്കണേ? 2019 ഗവൺമെൻറ് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ട് പറഞ്ഞു, സെബി ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ട് പറഞ്ഞു, എന്ത്? ടോപ്പ് 500 ലിസ്റ്റഡ് കമ്പനീസിൽ നിർബന്ധമായും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒരാൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വിമൻ ഡയറക്ടർ ഉണ്ടാവണം. സാധാരണ ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ വിമൻ ഡയറക്ടർ ഉണ്ടാവണം. ടോപ്പ് 500-നകത്ത് വരുന്ന ലിസ്റ്റഡ് കമ്പനി, ടോപ്പ് 500 എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ബേസിസിലാണ്. ഓക്കെ, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ബേസിസിൽ ടോപ്പ് 500-നകത്ത് വരുവാണെങ്കിൽ ഈ വിമൻ ഡയറക്ടർ മാത്രം പോരാ, ഈ വിമൻ ഡയറക്ടർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഇൻഡിപെൻഡൻ്റ് ഡയറക്ടറിൻ്റെ പ്രൊവിഷൻസ് പഠിച്ചത് ഓർമ്മയുണ്ടോ? സെക്ഷൻ 149 കമ്പനീസ് ആക്ടിൻ്റെ ഓർമ്മയുണ്ടോ? ഇൻഡിപെൻഡൻ്റ് ഡയറക്ടർ എന്ന് വെച്ചാൽ ആരാ? കമ്പനിയുമായിട്ടോ കമ്പനിയുടെ മറ്റ് ഡയറക്ടേഴ്സുമായിട്ടോ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സുമായിട്ടോ ഒന്നും യാതൊരു ബന്ധവുമില്ലാത്ത ടോട്ടലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തികളെ ലിസ്റ്റഡ് കമ്പനീസിൽ ഡയറക്ടറായിട്ട് കൊണ്ടുവരണം. അവരുടെ തോട്ട് പ്രോസസ്സ് അൺബയസ്ഡ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അവർ പബ്ലിക്കിന് വേണ്ടിയിട്ട് ചിന്തിക്കുന്നവരായിരിക്കാം, കമ്പനിയുടെ സൈഡിൽ നിന്ന് മാത്രം ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കത്തില്ല. അങ്ങനെയുള്ളവരാണ് ഇൻഡിപെൻഡൻ്റ് ഡയറക്ടർ. ഓക്കെണോ? നമ്മുടെ കമ്പനി ടോപ്പ് 500-നകത്ത് വരുന്ന കമ്പനിയാണെങ്കിൽ വിമൻ ഡയറക്ടർ ഇൻഡിപെൻഡൻറ്റും കൂടി ആയിരിക്കണം. കമ്പനിയുമായിട്ടോ പ്രൊമോട്ടേഴ്സുമായിട്ടോ ബാക്കി ഡയറക്ടേഴ്സുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത ഡയറക്ടർ ആയിരിക്കണം ഈ വിമൻ ഡയറക്ടർ. ഓക്കെ, അത് 2019 പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് 2020 ആയപ്പോൾ ഈ 500 എന്നുള്ളത് മാറ്റി 1000 കമ്പനീസ് ആക്കി. കൂടുതൽ കമ്പനീസിന് അത് ആപ്ലിക്കബിൾ ആക്കി. ഏറ്റവും ടോപ്പിൽ വരുന്ന 1000 കമ്പനീസിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വിമൻ ഡയറക്ടർ വേണം എന്നുള്ള പ്രൊവിഷനാണ് 2020 കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആപ്ലിക്കബിൾ. ടോപ്പ് 1000-നകത്ത് വരുവാണെങ്കിൽ ഒരു വിമൻ ഡയറക്ടർ വേണം. ആ വിമൻ ഡയറക്ടർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഓക്കെ, ശരി. അടുത്ത ക്വാറത്തിനെ കുറിച്ച് എന്താടോ? സാധാരണ കമ്പനിയിൽ ബോർഡ് മീറ്റിംഗ് നടത്തുമ്പോൾ എത്രയാടാ ക്വാറം? 1/3 or 2, whichever is less. higher. ഇതല്ലേ ക്വാറം? സാധാരണ കമ്പനിയുടെ ക്വാറം. ബോർഡ് മീറ്റിംഗ് നടക്കുമ്പോൾ, അതായത് ഇപ്പോൾ നോക്കിയടാ, എൻ്റെ കമ്പനിയിൽ മൊത്തത്തിൽ 12 ഡയറക്ടേഴ്സ് ആണെന്ന് വെച്ചോ. ഓക്കെ, ഈ 12 ഡയറക്ടേഴ്സിൻ്റെ കമ്പനി ഒരു ബോർഡ് മീറ്റിംഗ് നടത്തുമ്പോൾ മിനിമം എത്ര പേരെങ്കിലും മീറ്റിങ്ങിന് വരണം?
1/3 ഓഫ് ടോട്ടൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ 2 വിച്ച് എവർ ഈസ് ഹയർ. എന്ന് വെച്ചാൽ ടോട്ടൽ സ്ട്രെങ്തിൻ്റെ 1/3 എത്രയാണോ 4 ഓർ 2 വിച്ച് എവർ ഈസ് ഹയർ. അപ്പോൾ 12 ഡയറക്ടേഴ്സ് ഉള്ള കമ്പനി ബോർഡ് മീറ്റിംഗ് നടത്തുമ്പോൾ മിനിമം 4 പേരെങ്കിലും മീറ്റിങ്ങിന് വന്നിരിക്കണം. 4 ഡയറക്ടേഴ്സ് എങ്കിലും മീറ്റിങ്ങിൻ്റെ അവിടെ രാവിലെ വന്നിരിക്കണം, എങ്കിലേ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അത് സാധാരണ കമ്പനിയുടെ ക്വാറമാണ്. എന്നാൽ ലിസ്റ്റഡ് കമ്പനി ആണെങ്കിലോ ഉറപ്പായിട്ടും ലിസ്റ്റഡ് കമ്പനിക്ക് കൂടുതൽ കംപ്ലയൻസസ് ആയിരിക്കില്ലേടാ അല്ലേ, കൂടുതൽ റെസ്ട്രിക്ഷൻസ് വരും, ശരിയല്ലേ. അപ്പോൾ ഇതിനേക്കാൾ ഹയർ ക്വാറമായിരിക്കും. വായിക്കാം, എടാ നോക്കിയേ. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷാൽ മീറ്റ് അറ്റ്ലീസ്റ്റ് 4 times in a year with a maximum gap between 120 days between any 2 meetings. ഇത് നമ്മുടെ കമ്പനീസ് ആക്ടിലെ അതേ പ്രൊവിഷനാണ്. സാധാരണ കമ്പനിക്ക് ഇതേ പ്രൊവിഷൻ ഉണ്ട്. എന്താ, ഒരു വർഷത്തിൽ മിനിമം 4 ബോർഡ് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്തിരിക്കണം. പിന്നെ ഒരു ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞാൽ അടുത്ത ബോർഡ് മീറ്റിംഗ് 120 ദിവസത്തിനുള്ളിൽ വന്നിരിക്കണം. 2 ബോർഡ് മീറ്റിംഗ് തമ്മിൽ മാക്സിമം 120 ദിവസത്തെ ഗ്യാപ്പേ ഉണ്ടാകാൻ പാടുള്ളൂ, അത് കഴിയാൻ പാടില്ല. ഇത് നമ്മുടെ കമ്പനീസ് ആക്ടിലുള്ള അതേ പോയിന്റാണ്. ഓക്കെ, അത് നമുക്കിവിടെ എഴുതേണ്ട ആവശ്യമില്ല, എന്നാലും ഇരുന്നോട്ടെ. The quorum for every meeting of the board of directors of top 1000 listed company entities with effect from April 1, 2019 and of the top 2000 listed entities with effect from April 1, 2020. അപ്പോൾ ഇപ്പോൾ നമുക്കിത് നോക്കിയാൽ മതി. 2020 ടോപ്പ് 2000 ഓക്കെ ഷാൽ ബി 1/3 ഓഫ് ടോട്ടൽ സ്ട്രെങ്ത് ഓർ 3 ഡയറക്ടേഴ്സ് വിച്ച് എവർ ഈസ് ഹയർ ഇൻക്ലൂഡിംഗ് അറ്റ്ലീസ്റ്റ് 1 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. എന്തോടാ പറഞ്ഞേക്കണേ, ടോപ്പ് 2000-നകത്ത് വരുന്ന കമ്പനി ആണെങ്കിൽ, എടാ നമ്മുടെ ഇപ്പോൾ ഇവൻ കയറാൻ പോകുന്ന കമ്പനി ടോപ്പ് 10-നകത്ത് വരുന്നതാ. അപ്പോൾ ഇതെല്ലാം വ്യത്യാസമുണ്ടല്ലേ. അപ്പോൾ ടോപ്പ് 2000-ൽ വരുന്ന കമ്പനി ആണെങ്കിൽ ക്വാറ എത്രയാടാ, ക്വാറ എത്രയെന്നാ പറഞ്ഞേ നമുക്ക്, എത്രയാടാ ക്വാറം? 1/3 ഓഫ് ടോട്ടൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ 3 വിച്ച് എവർ ഈസ് ഹയർ ഇൻക്ലൂഡിങ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. എന്ന് വെച്ചാൽ 1/3 അല്ലെങ്കിൽ സാധാരണ കമ്പനിക്ക് 2 ആയിരുന്നു, ഇവിടെ ഇപ്പോൾ 3. ഓക്കേണോ, ഇതാണ് ക്വാറം. ഇതിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറും ഉണ്ടായിരിക്കണം, അതാണ് കണ്ടീഷൻ. അപ്പോൾ ഇവിടെ നോക്കിയടാ, എൻ്റെ കമ്പനിയിൽ മൊത്തം 12 ഡയറക്ടേഴ്സാണ് ടോട്ടൽ സ്ട്രെങ്ത്. ഓക്കെ, ഇതിൽ 5 പേര് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആണെന്ന് വെച്ചോ. ഓക്കെ, ഈ കമ്പനി ഒരു ബോർഡ് മീറ്റിംഗ് നടത്തുമ്പോൾ എത്ര പേരെങ്കിലും മീറ്റിങ്ങിന് വരണോടാ? 1/3 ഓർ 3 വിച്ച് എവർ ഈസ് ഹയർ. അല്ലെങ്കിൽ പോട്ടെടാ, ഞാൻ നേരത്തെയും 12 അല്ലേ എടുത്തത്, അപ്പോൾ ഇവിടെ ഒരു മാറ്റം വരുത്താം. 15 ടോട്ടൽ സ്ട്രെങ്ത് 15 ആണെന്ന് വെച്ചോ. ഓക്കെ, ക്വാറ എത്രയാ? 1/3 ഓർ 3 വിച്ച് എവർ ഈസ് ഹയർ അല്ലേ. അപ്പോൾ 15-ൻ്റെ 1/3 എത്രയാ? 5 ഓർ 3 വിച്ച് എവർ ഈസ് ഹയർ. അപ്പോൾ എത്ര പേര് മീറ്റിങ്ങിന് വരണോടാ? 5 ഡയറക്ടേഴ്സ് മീറ്റിങ്ങിന് വന്നാലേ ആ കമ്പനിയിൽ ബോർഡ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ 5 ഡയറക്ടേഴ്സ് വന്നാൽ മാത്രം പോരാ, ഈ 5-ൽ ഒരാൾ ആരായിരിക്കണം? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം. അങ്ങനെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ എല്ലാവരെയും ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് നടത്തണ്ട? ബോർഡ് മീറ്റിംഗ് നടത്തണ്ട. ഓക്കേണോ? ഓക്കേണോ? ഒന്നുകൂടെ വ്യത്യാസം ഞാൻ എഴുതുവാണ്. സാധാരണ കമ്പനിക്ക് 1/3 ഓർ 2 വിച്ച് എവർ ഈസ് ഹയർ. ടോപ്പ് 2000-നകത്ത് വരുന്ന ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ 1/3 ഓർ 3 വിച്ച് എവർ ഈസ് ഹയർ. ഇതിനകത്ത് ഒരാൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറും കൂടി ആയിരിക്കണം. ഓക്കെ ഓക്കെ ഇനി അടുത്തത് ഓഡിറ്റ് കമ്മിറ്റിയുടെ കോമ്പോസിഷൻ. ഓഡിറ്റ് കമ്മിറ്റി എന്തിനാണോ? ലിസ്റ്റഡ് കമ്പനീസിൽ നിർബന്ധമായും ഓഡിറ്റ് കമ്മിറ്റി വേണം. എന്തിനാ? എന്തിന് ഓഡിറ്റർ ആരാണെന്നുള്ളത് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ആരെ ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യണം, അയാൾക്ക് എത്ര റെമ്യൂണറേഷൻ കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബോർഡിന് റെക്കമെൻഡേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓഡിറ്റ് കമ്മിറ്റി. ഓക്കെ, ഇയാളുടെ ക്വാളിഫിക്കേഷൻ, ഓഡിറ്ററായിട്ട് എടുക്കാൻ പോകുന്ന ആളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും എല്ലാം ചെക്ക് ചെയ്യുന്നത് ഓഡിറ്റ് കമ്മിറ്റി ആയിരിക്കും. ഓക്കെ, ശരി, നോക്കാം ഓഡിറ്റ് കമ്മിറ്റിയുടെ കോമ്പോസിഷനിൽ എന്താണ് വേണ്ടതെന്ന് നോക്കാം. ലിസ്റ്റഡ് കമ്പനിയിൽ ഓക്കെ, ദ ഓഡിറ്റ് കമ്മിറ്റി ഷാൽ കംപ്രൈസ് ഓഫ് മിനിമം 3 ഡയറക്ടേഴ്സ് ആസ് മെമ്പേഴ്സ്. ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് ബോർഡിൻ്റെ കമ്മിറ്റിയാണ് അല്ലേ. എന്ന് വെച്ചാൽ ഓഡിറ്റ് കമ്മിറ്റിയിൽ കമ്പനിയുടെ ഡയറക്ടേഴ്സും അംഗങ്ങളായിരിക്കും, ശരിയല്ലേ. ഇവിടെ ഇപ്പോൾ എന്താ പറഞ്ഞേക്കണേ? നിങ്ങളുടെ കമ്പനിയിലെ ഓഡിറ്റ് കമ്മിറ്റിയിൽ മിനിമം കമ്പനിയുടെ 3 ഡയറക്ടേഴ്സ് എങ്കിലും അംഗങ്ങളായിരിക്കണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് 2/3 ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി ഷാൽ ബി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. എന്ന് വെച്ചാൽ എന്താ? ആ ഓഡിറ്റ് കമ്മിറ്റിയിൽ ടോട്ടൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അതിൻ്റെ 2/3 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സും ആയിരിക്കണം. ഓക്കേണോ? മിനിമം 3 ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം, 2/3 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. ഓക്കെ ആണല്ലോ? എടാ ഓക്കെ ആണല്ലോ? ശരി, ഇനി ഇൻ കേസ് ഓഫ് എ ലിസ്റ്റഡ് എൻറ്റിറ്റി ഹാവിങ് ഔട്ട്സ്റ്റാൻഡിങ് SR ഇക്വിറ്റി ഷെയർസ്. SR ഇക്വിറ്റി ഷെയർസ് എന്ന് വെച്ചാൽ എന്താ? ഒരുപാട് നേരം സമയം കളയാനില്ല. SR ഇക്വിറ്റി ഷെയർ എന്ന് വെച്ചാൽ എന്താ? സുപ്പീരിയർ റൈറ്റ്സ് ഉള്ള ഇക്വിറ്റി ഷെയർസ്. അതായത് സാധാരണ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ വോട്ടിംഗ് റൈറ്റിനേക്കാൾ
കൂടുതൽ വോട്ടിംഗ് റൈറ്റ് ഉള്ള ഷെയർസ് കമ്പനിയുടെ ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാരുടെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടാവും. അവരുടെ കയ്യിൽ കൺട്രോൾ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ SR ഇക്വിറ്റി ഷെയർസ് ഹോൾഡ് ചെയ്യണത്. ഓക്കെ, അപ്പം നമ്മുടെ കമ്പനിയുടെ ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാർക്ക് SR ഇക്വിറ്റി ഷെയർസ് ഉള്ള കേസാണെങ്കിൽ ഈ ഓഡിറ്റ് കമ്മിറ്റിയിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഈ 3 പേര് ഡയറക്ടേഴ്സ് വേണമെന്ന് പറഞ്ഞില്ലേ, ഈ 3 പേരും ആരായിരിക്കണം? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. എപ്പോൾ? SR ഇക്വിറ്റി ഷെയർസ് ഉള്ള കമ്പനിയാണെങ്കിൽ. ഓക്കെ, ഇനി ഓൾ മെമ്പേഴ്സ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി ഷാൽ ബി ഫിനാൻഷ്യലി ലിറ്ററേറ്റ്. ബാലൻസ് ഷീറ്റ് P&L എല്ലാം വായിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം എന്ത് ഓഡിറ്റ് കമ്മിറ്റിയിൽ മെമ്പേഴ്സ്. ഓക്കെ, ആൻഡ് അറ്റ്ലീസ്റ്റ് 1 മെമ്പർ ഷാൽ ഹാവ് അക്കൗണ്ടിങ് ആൻഡ് റിലേറ്റഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എക്സ്പെർട്ടൈസ്. ഈ മെമ്പേഴ്സിൽ ഒരാളെങ്കിലും അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ ആ ഫീൽഡിൽ എക്സ്പീരിയൻസും എക്സ്പെർട്ടീസും ഉള്ള വ്യക്തിയും ആയിരിക്കണം. ഓക്കെ, പിന്നെ ഓഡിറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം. ഓക്കെ ബോസ്, എന്തൊക്കെയാണ് കണ്ടീഷൻ? ഓഡിറ്റ് കമ്മിറ്റിയിൽ മിനിമം 3 ഡയറക്ടേഴ്സ്, അതിൻ്റെ 2/3 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. ഓക്കെ, പിന്നെ ഈ കമ്പനി എന്താണെങ്കിൽ SR ഇക്വിറ്റി ഷെയർസ് ഉള്ള കമ്പനിയാണെങ്കിൽ, സുപ്പീരിയർ റൈറ്റ്സ് ഉള്ള ഇക്വിറ്റി ഷെയർസ് ഉള്ള കമ്പനിയാണെങ്കിൽ എല്ലാവരും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. ഓക്കേണോ? ഓഡിറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം. ഇത്രയാണ് മെയിൻ പോയിന്റ്സ്. ഓക്കെ, അങ്ങനെ ആ ക്വസ്റ്റ്യനും ഖതം ഹോ ഗയാ ഭായ്, ഖതം ഹോ ഗയാ. അടുത്ത ക്വസ്റ്റ്യൻ. Exotica Venture Capital Fund had invested in a startup company and qualified as promoter. ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടാണ് കേട്ടോ എക്സോട്ടിക്ക. അവന്മാർ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അവരവിടുത്തെ പ്രൊമോട്ടറായി മാറി. ഓക്കെ, ദ കമ്പനി ഈസ് വില്ലിംഗ് ടു കം അപ്പ് വിത്ത് IPO. എക്സോട്ടിക്ക ഈ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയിലടാ, അവർ IPO ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. എക്സോട്ടിക്ക ഫണ്ട് ഈസ് തിങ്കിങ് ഓഫ് സെല്ലിംഗ് ഇറ്റ്സ് എൻറ്റയർ ഷെയർ ക്യാപിറ്റൽ ജസ്റ്റ് ആഫ്റ്റർ ദ ലിസ്റ്റിംഗ് ഓഫ് ഷെയർസ്. ഇവർ എക്സോട്ടിക്ക എന്ന് പറയുന്നത് ഈ സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ പ്രൊമോട്ടറായി. ഈ സ്റ്റാർട്ടപ്പ് കമ്പനി IPO ചെയ്യാൻ ഉദ്ദേശിക്കുക. ഈ IPO ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എക്സോട്ടിക്ക ഫണ്ട് അവിടെ നിന്ന് വിഡ്രോ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ലോക്ക് ഇൻ പീരീഡിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, അഡ്വൈസ് ദ എക്സോട്ടിക്ക ഫണ്ട് ബൈ റെഫറിംഗ് SEBI regulations for lock-in period of pre-issue shareholding. What will be your answer if the majority of IPO proceeds is used for capital expenditure? ഇല്ലടാ, നേരത്തെ നമ്മൾ പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ പഠിച്ചില്ലേ, ഏതാണ്ട് അതുപോലെ തന്നെയാണ്. ഇവിടെ നമ്മുടെ സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ പ്രൊമോട്ടർ ആയിരിക്കുകയാണ് എക്സോട്ടിക്ക വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ടീം അല്ലേ. ഇത് നമ്മുടെ സ്റ്റാർട്ടപ്പ് കമ്പനി. ഇവിടെ പ്രൊമോട്ടറായി ആര് എക്സോട്ടിക്ക വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് അല്ലേ. പ്രൊമോട്ടറായെന്ന് വെച്ചാൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു, കുറേ ഷെയർ മേടിച്ചു അല്ലേ. ഈ സ്റ്റാർട്ടപ്പ് കമ്പനി IPO ചെയ്യാൻ പോകുന്നു. നമുക്കറിയാം IPO ചെയ്ത് പബ്ലിക്കിൻ്റെ നിന്ന് ഫണ്ട് റൈസ് ചെയ്യുമ്പോൾ പ്രൊമോട്ടേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേടാ. എന്തുവാടേ പോണില്ലേ? പ്രൊമോട്ടേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ. എന്താ, പ്രൊമോട്ടേഴ്സ് ഇത്ര രൂപ കൊണ്ടുവരണം, ബാക്കിയെ പബ്ലിക്കിൻ്റെ നിന്ന് കൊണ്ടുവരാൻ പാടുള്ളൂ. പ്രൊമോട്ടർ കൊണ്ടുവന്ന പൈസ അവരവിടെ തന്നെ ഇട്ടേക്കണം, സെല് ചെയ്യാൻ പാടില്ല അല്ലേ. ഇവിടെ ഇപ്പോൾ എക്സോട്ടിക് എന്താ ചെയ്യാൻ പോണേ? ഈ IPO ചെയ്ത ഉടനെ അവരതിൽ നിന്ന് വിഡ്രോ ചെയ്ത് സെല് ചെയ്ത് മാറാനായിട്ടാണ് പ്ലാൻ. പറ്റുമോ ഇല്ലയോ? കോൺട്രിബ്യൂഷൻ ലോക്ക് ഇൻ പീരീഡ് ഉണ്ട് അല്ലേ, മാറ്റാൻ പറ്റത്തില്ല പെട്ടെന്നൊന്നും അല്ലേ. പക്ഷേ ഇവിടെ സെബിയുടെ റെഗുലേഷൻ അനുസരിച്ച് ഈ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനീസ് അങ്ങനെയുള്ളവരൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ് ആയിരിക്കില്ലേടാ. അപ്പോൾ അവർ കുറേ ഇൻവെസ്റ്റ് ചെയ്ത് വന്നപ്പോൾ പ്രൊമോട്ടറായി മാറിയതാണ്, ശരിയല്ലേ. അപ്പോൾ ഇവരുടെ മെയിൻ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു സാധാരണ വ്യക്തി പ്രൊമോട്ടർ ആകുമ്പോൾ ഉള്ള അത്രത്തോളം പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ്റെ ലോക്ക് ഇൻ പീരീഡ് ഈ കേസിൽ ഉണ്ടാവത്തില്ല. കാര്യം അവരുടെ മെയിൻ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ അവർ ഒരിടത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടെ ഇത്രയും നാൾ ലോക്ക് ഇൻ ചെയ്ത് വെച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ അത് ന്യായമല്ല. ഓക്കെണോ? അതുകൊണ്ട് തന്നെ സാധാരണ പ്രൊമോട്ടർ ആണെങ്കിൽ 3 വർഷമൊക്കെ ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാവും. പക്ഷേ ഇവിടെ 3 വർഷം വരത്തില്ല, കുറച്ച് പീരീഡ് കുറവായിരിക്കും. ഓക്കെണോ? കോൺട്രിബ്യൂഷൻ എന്തായാലും ലോക്ക് ഇൻ ചെയ്യണം. ഈ IPO ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇവനത് വിറ്റിട്ട് പോകാൻ പറ്റത്തില്ല, എന്തായാലും പ്രൊമോട്ടറായി പോയില്ലടാ. അപ്പോൾ എന്തായാലും ഉടനെ കാര്യം എന്തെന്നറിയോ, ഈ
ഈ ആളുകൾ ഈ IPOയുടെ സമയത്ത് പബ്ലിക് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തന്നെ കാരണം ചിലപ്പോൾ എന്തായിരിക്കും, ഈ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കണ്ടിട്ടായിരിക്കും. മനസ്സിലായില്ലേ? ഓ, അവന്മാരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടായിരിക്കും ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്ത ഉടനെ തന്നെ ഇവൻ അതിൽ നിന്ന് വിഡ്രോ ചെയ്ത് പോയാൽ പബ്ലിക്കിനെ പറ്റിക്കുന്ന പോലെ ആയിത്തില്ലേ അല്ലേ? അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാവും. പക്ഷെ സാധാരണ പ്രൊമോട്ടർ കൊടുക്കുന്ന അത്രയും ലോക്ക് ഇൻ പീരീഡ് ഇവർക്ക് ഉണ്ടാവത്തില്ല. ഓക്കെ, വായിക്കാം. പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫണ്ട് റേസ് ചെയ്യുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയാണെങ്കിൽ ലോക്ക് ഇൻ പീരീഡിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നും ചോദിച്ചിട്ടുണ്ടേ. ഓക്കെ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലാണെങ്കിൽ കുറച്ചുകൂടി എക്സ്ട്രാ സമയം ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാവും. ഓക്കെ, നോക്കാം. അയ്യോ പോയാ, എവിടെ 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 വായിച്ചോട്ടെ. ഓക്കെ, Regulation 16 of ICDR regulations states that minimum promoters contribution including contribution made by alternate investment funds, foreign venture capital investors, scheduled commercial banks, public financial institutions, insurance companies. കണ്ട, ഇവരൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ് ആടാ. ഇവർ ചിലപ്പോൾ സാധാരണ കമ്പനിയുടെ പ്രൊമോട്ടറായി മാറും. കുറേ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ അങ്ങനെ പ്രൊമോട്ടറായി മാറുന്ന കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളവർ പ്രൊമോട്ടറായി മാറിയാൽ അവരുടേത് എത്ര നാളാണോ ലോക്ക് ഇൻ? 18 months ആണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ലോക്ക് ഇൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പ്രൊവൈഡഡ് ദാറ്റ് ഇൻ കേസ് ഓഫ് മെജോറിറ്റി ഓഫ് ഇഷ്യൂ പ്രൊസീഡ്സ് എക്സ്ക്ലൂഡിംഗ് ദ പോർഷൻ ഓഫ് ഓഫർ ഫോർ സെയിൽ ഈസ് പ്രൊപ്പോസ് ടു ബി യൂട്ടിലൈസ് ഫോർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനാണെങ്കിൽ 3 വർഷം ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാവും. ഓക്കെയാണോ? അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ് ഒരു കമ്പനിയിൽ പ്രൊമോട്ടറായി കഴിഞ്ഞാൽ ആ കമ്പനി IPO ചെയ്യുമ്പോൾ 18 മാസമാണ് എന്ത് 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 ലോക്ക് ഇൻ. ഈ 18 മാസം അവർക്ക് അത് വിഡ്രോ ചെയ്ത് പോകാൻ പറ്റില്ല. പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടാണ് പബ്ലിക്കിൻ്റെ നിന്ന് ഫണ്ട് റേസ് ചെയ്യുന്ന മെജോറിറ്റി പൈസ യൂസ് ചെയ്യാൻ പോണതെങ്കിൽ 3 വർഷം ലോക്ക് ഇൻ ഉണ്ടാവും. ഓക്കെ 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 ഫർദർ പ്രൊവൈഡഡ് ദാറ്റ് the promoters holding in excess of the minimum contribution shall be locked in for a period of 6 months from the date of allotment of IPO. In case the majority of issues proceeds for sale is to be used for capital expenditure, lock-in shall be 1 year. എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, ഇവിടെ ചിലപ്പോൾ ഈ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് കൊടുക്കേണ്ട കോൺട്രിബ്യൂഷൻ, മിനിമം കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ, മിനിമം കോൺട്രിബ്യൂഷൻ 10 കോടിയാണെന്ന് വെച്ചോ. ഇവർ ചിലപ്പോൾ 15 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. 10 കോടിയാണല്ലോ മിനിമം കോൺട്രിബ്യൂഷൻ. ഇവർ ചിലപ്പോൾ എക്സസ് കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ടാവും ഈ പ്രൊമോട്ടർ. അങ്ങനെയാണെങ്കിൽ ഈ മിനിമം കോൺട്രിബ്യൂഷനായ 10 കോടി രൂപ 18 മാസം ലോക്കിൻ. ഓക്കെയാണോ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ 3 വർഷം ലോക്കിൻ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ടുള്ള എക്സസ് എമൗണ്ട് കൊടുത്തിട്ടില്ലേടാ 5 കോടി, അത് ലോക്കിൻ ചെയ്യണോ? അതും ലോക്കിൻ ചെയ്യും, പക്ഷെ അത്രയും നാൾ ലോക്കിൻ ചെയ്യത്തില്ല. കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തതല്ലേ അല്ലേ? അത് ലോക്കിൻ ഉണ്ടാവും. എത്ര നാൾ? 6 മാസം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ, IPO ചെയ്യണം അതിന് വേണ്ടിയിട്ടാണെങ്കിൽ 1 വർഷം വരെ ലോക്കിൻ ഉണ്ടാവും. ഓക്കെയാണോ? അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കേസിൽ എന്താണ്, മിനിമം കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ എക്സോട്ടിക്കയുടെ പൈസ എത്ര നാൾ 18 മാസം ലോക്ക് ചെയ്യും. പിന്നെ എക്സസ് കോൺട്രിബ്യൂഷൻ കൊടുത്ത കേസ്, എക്സസ് കോൺട്രിബ്യൂഷൻ എമൗണ്ട് എത്ര നാൾ? 6 മാസം ലോക്കിൻ ചെയ്യും. ഇത് കഴിഞ്ഞിട്ടേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആ സ്റ്റാർട്ടപ്പ് കമ്പനിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ ബോസ്, പിള്ളേരെ ഞാനിവിടെ നിർത്തുന്നു. സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് എടാ സെക്യൂരിറ്റീസ് ലോ പേപ്പറിന് ഒരു പ്രശ്നമുണ്ട്. ഞാനിപ്പോൾ ഈ ഇതിങ്ങനെ എടുത്തു, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തു. പക്ഷെ ആദ്യമായിട്ട് കേൾക്കാനിരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലായെന്ന് വരത്തില്ല. നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇതിനകത്ത് കുറേ ടേംസൊക്കെ ഞാൻ പറഞ്ഞു പോയി. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അതൊക്കെ റെഗുലർ ക്ലാസ്സിലേ വരത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ, എനിക്ക് കുറേ വിഷമമുണ്ട് ഈ ക്ലാസ് എടുത്ത സമയത്ത്. കാര്യം കുറേ ടോപ്പിക്സ് എനിക്ക് എടുത്തു പോയാൽ ഐ ടേക്ക് സോ മച്ച് ടൈം. 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ എടുത്ത് പറഞ്ഞു പോകേണ്ട കുറേ കാര്യങ്ങളാണ്. അപ്പോൾ എന്ത് സംശയം എവിടെ നിന്ന് വന്നിട്ടുണ്ടെങ്കിലും ഫീൽ ഫ്രീ ടു കോൺടാക്ട്. ഒരു മടിയും വിചാരിക്കേണ്ട, ധൈര്യമായിട്ട് ചോദിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പൊളിച്ചടുക്കിക്കോ. നല്ല രീതിയിൽ എക്സാം എഴുതി തകർക്കുക. കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതിക്കോ. ടെൻഷനൊന്നും അടിക്കണ്ട. എനിക്കറിയാം സെക്യൂരിറ്റി ലോ, ക്യാപിറ്റൽ മാർക്കറ്റൊക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഒരു 3-4 റിവിഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിന് പോയി ഇരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് ആൻസേഴ്സ് വന്നോളും. ഓക്കെനാ? ഓക്കെ, അത്രേ ഉള്ളൂ. ടേക്ക് കെയർ. നല്ല രീതിയിൽ പഠിച്ച് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പോയി എഴുതി പൊളിച്ചടുക്കിയിട്ട് വാ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ബൈ.